അസ്സയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആ തങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് ഇവിടെ നേതൃത്വം കൊടുത്തത്. ആ മഹാനുഭാവന്റെ പ്രാർത്ഥനയോടെയാണ് 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് ആധ്യാത്മികതയുടെ മേലാണ് ആ പണ്ഡിതവരേണ്യർ സമസ്ത കെട്ടിപ്പടുത്തത്. തുടർന്നങ്ങോട്ട് മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനങ്ങൾ അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോയത്. നാൾക്കുനാളങ്ങനെ കടന്നു പോകുന്നു. സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലതാ സമസ്തയുടെ ശത്രുക്കൾ നിഷ്പ്രഭരാവുന്നു. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നെടുനായകത്വം നയിക്കാൻ മഹാനായ ഒരു പണ്ഡിത പ്രതിഭ വിശുദ്ധമായ യമനിൽ നിന്ന് ചേക്കേറി എന്നറിഞ്ഞപ്പോ ആളുകൾ മുഴുവൻ അതിന്റെ പിന്നിൽ അണിനിരക്കുന്നു. ആരാണ് അസ്സയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ? പാവപ്പെട്ട പുതിയങ്ങാടി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ അറുത്തലയ്ക്കുന്ന അറബിക്കടലിന്റെ ഓരത്ത് ചെന്ന് അലറി വിളിക്കുന്ന അലമാലകളെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, പ്രപഞ്ചനാഥ, ഈ അറബിക്കടൽ ഞങ്ങളോട് കനിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ അറബിക്കടലിൽ ഞങ്ങൾക്ക് തോണിയിറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ പട്ടിണി കിടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് പടച്ച തമ്പുരാനെ ഞങ്ങളെ പരീക്ഷിക്കരുത്. വേദനിക്കുന്ന മനസ്സിന്റെ തേങ്ങൽ കേൾക്കുന്ന പ്രപഞ്ചനാഥൻ അവന്റെ കാരുണ്യ കടാക്ഷം അവരിലേക്ക് ഇറക്കണമെന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവരെ തേടി ഒരു ശുഭവാർത്ത എത്തിയത്. അബ്ദുറഹിമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജീവിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. ആ സന്തോഷ വാർത്ത കേട്ടപ്പോ ആനന്ദത്തിന്റെ പൂത്തിരി കത്തുന്ന ഹൃദയത്തോടുകൂടി ആളുകൾ മുഴുവനോടി ആ സങ്കടഹരജി ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ സവിധത്തിൽ കൊണ്ടുചെന്നവർ അഴിച്ചു വച്ചു. തങ്ങളെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മഹാനായ അസ്സയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുന്നിൽ വന്ന് തങ്ങളുടെ പരാതിയുടെയും പരിഭവത്തിന്റെയും കടലാസങ്ങോട്ട് നിവർത്തി, തങ്ങളെ, അറബിക്കടൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല. അലറി വിളിക്കുന്ന അലമാലകൾ കീറിമുറിച്ച് അതിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് മീൻ പെറുക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. തങ്ങളെ, അലതല്ലിച്ചിതറുന്ന അറബിക്കടൽ ശാന്തമായിട്ടില്ലെങ്കിൽ, കടലടങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ മക്കള് പട്ടിണി കിടന്നു മരിച്ചു പോകും. തങ്ങളൊന്ന് വരണം. അറബിക്കടലിന്റെ ഓരത്ത് വന്ന് തങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ അഭ്യർത്ഥന കേട്ടപ്പോ അസ്സയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി തങ്ങൾ സഗൗരവം ആ ജനങ്ങളുടെ കൂടെ അറബിക്കടലിന്റെ ഓരത്തേക്ക് വന്നു. കടൽ അലറി വിളിക്കുകയാണ്, ആർത്തലയ്ക്കുകയാണ്. പ്രപഞ്ചനാഥന്റെ മുമ്പിലേക്ക് തന്റെ 2 കരങ്ങൾ ഉയർത്തി വരക്കൽ തങ്ങൾ പറഞ്ഞു, പ്രപഞ്ചനാഥ, ഈ കടലടങ്ങിയിട്ടില്ലെങ്കിൽ ഈ പാവങ്ങൾ പട്ടിണിയിലാണ്. ഈ കടലടങ്ങിയിട്ടില്ലെങ്കിൽ ഇവരുടെ വീട് പട്ടിണിയിലാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ അറബിക്കടലൊന്ന് ശാന്തമാകണമെന്ന് പറഞ്ഞ് തന്റെ ശറഫാക്കപ്പെട്ട കരങ്ങൾ 2 മഹാനായ അസ്സയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി തങ്ങൾ അങ്ങോട്ട് ഉയർത്തുമ്പോഴേക്ക് അലതല്ലിച്ചിതറുന്ന അറബിക്കടലിന്റെ അലമാലകളതാ പരിപൂർണമായി ശാന്തമാകുകയാണ്. കറാമത്തിന്റെ ഉടമയായ ആ തങ്ങളാണ് 1926 ജൂൺ 26 ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിനു വേണ്ടി ആദ്യമായി പ്രാർത്ഥന നടത്തുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് പിന്നീടങ്ങോട്ട് ഈ ഉമ്മത്തിന്റെ നാഡീ സ്പന്ദനങ്ങളെ ഇവിടെ നിയന്ത്രിച്ചത്. അതാത് കാലഘട്ടങ്ങളിൽ സമസ്തയെ നയിക്കാൻ മഹാരഥന്മാർ
ആലിമീങ്ങൾ കെട്ടിപ്പടുത്ത സമസ്തയെ നയിക്കാൻ നിയോഗിതരാവുകയായിരുന്നു. ആ കൂട്ടത്തിലാണ് അൻത ആലിമുൽ ആലം, അൻത ആലിമുൽ ആലം, അങ്ങ് ലോക പണ്ഡിതനാണ്, അൻത ശംസുൽ ഉലമാ എന്ന് ലോകം വാഴ്ത്തിയ അഗ്രേസരനായ പണ്ഡിത പ്രതിഭ കേരളത്തിൽ പിറവിയെടുത്തത് യമനി പാരമ്പര്യമുള്ള എഴുത്തച്ഛൻ കണ്ടി തറവാട്ടിൽ നിന്ന് മഹാനായ കോയട്ടി മുസ്ലിയാരുടെ ഓമൽ സന്താനമായി പിറന്ന ആദ്യ പുത്രൻ അബൂബക്കർ മുസ്ലിയാർ. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിൽ അങ്ങനെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഉപ്പ മകന്റെ പഠന നിലവാരം അറിയുന്നതിനു വേണ്ടി മാത്രമാണ് മകന്റെ പഠനമുറിയിലേക്കൊന്ന് കയറിയത്. നോക്കുമ്പോ കാണുന്ന കാഴ്ച, മകന്റെ ഷെൽഫ് നിറയെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നു. ആ പിതാവിന്റെ മനസ്സ് വല്ലാതെ വെപ്രാളപ്പെട്ടു. നാഥാ, ഞാൻ എന്റെ മകൻ ഒരു ഭൗതിക ബിരുദം നേടി വലിയ ഉന്നതങ്ങളിലെത്തണമെന്ന് ആഗ്രഹിച്ചവനല്ല. എന്റെ മകൻ എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തി ഒരു വലിയ പണ്ഡിതനാകണം. അതാണ് എന്റെ സ്വപ്നം, അതാണ് എന്റെ മോഹം. 5 നേരവും നിസ്കാരത്തിന്റെ ശേഷം എന്റെ റബ്ബിലേക്ക് ഞാൻ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അത് മാത്രമാണ്. ആ പ്രാർത്ഥനയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനവും എന്റെ മകനിൽ നിന്ന് വേണ്ട. പൊന്നുമോൻ സ്കൂൾ വിട്ടിങ്ങ് വരട്ടെ, ഞാൻ പറയുന്നുണ്ട് അവനോട്. ഒന്നും അറിയാതെ അബൂബക്കർ സ്കൂളും വിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വന്നപ്പോ സ്നേഹത്തിന്റെ ഭാഷയിൽ ഉപ്പയങ്ങോട്ട് പറഞ്ഞു, മോനെ പിരിശപ്പൂ മോനെ. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയ ഉടനെ കോയട്ടി മുസ്ലിയാരെ തന്റെ പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഉപ്പ പറയുന്നതൊന്നിനും ഇന്നേ വരെ എന്റെ മകൻ എതിര് നിന്നിട്ടില്ല. ഉപ്പ പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. മോൻ അനുസരിക്കില്ലേ? ആ ഉപ്പയുടെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി അബൂബക്കർ മുസ്ലിയാർ. എന്താ ഉപ്പ പറയാൻ പോകുന്നത്? പറഞ്ഞോളൂ. ഉപ്പ പറയുന്നതിനപ്പുറം ഒന്നും ഞാൻ സഞ്ചരിക്കില്ല. ഉപ്പയുടെ സ്വപ്നങ്ങൾക്കൊന്നും ഞാൻ തടസ്സവുമല്ല. എന്തേ ഉപ്പയ്ക്ക് പറയാനുള്ളത്? ആകാംക്ഷയുറ്റി നിൽക്കുന്ന ആ പൂമുഖത്തേക്ക് നോക്കിയിട്ട് കോയട്ടി മുസ്ലിയാർ പറഞ്ഞു, മോനെ, നീ പഠിച്ച് വലിയ ഒരു പണ്ഡിതനാകണം എന്നതാണ് ഈ ഉപ്പായുടെ ഹൃദയത്തിലെ വലിയ മോഹം. എന്റെ മകൻ പഠിച്ച് ഒരു ഭൗതിക ബിരുദധാരിയായി ഈ സമൂഹത്തിൽ 4 ആൾ അറിയപ്പെടുന്നവനാകണമെന്ന് ഈ ഉപ്പ ഒരിക്കലും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടേയില്ല. അതുകൊണ്ട് മകൻ നാളെ മുതൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിലേക്ക് പോകണ്ട. ഇത് ഉപ്പയുടെ ഒരു അഭ്യർത്ഥനയാണ്. എന്റെ മകൻ ഇതനുസരിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോ മഹാനായ അബൂബക്കർ മുസ്ലിയാരുടെ കണ്ണുകളിൽ കണ്ണുനീരല്ല വന്നത്, സ്വന്തം ഉപ്പയുടെ നീ പഠിച്ച് വലിയ ഒരു പണ്ഡിതനാകണം എന്നതാണ് ഈ ഉപ്പായുടെ ഹൃദയത്തിലെ വലിയ മോഹം. എന്റെ മകൻ പഠിച്ച് ഒരു ഭൗതിക ബിരുദധാരിയായി ഈ സമൂഹത്തിൽ 4 ആൾ അറിയപ്പെടുന്നവനാകണമെന്ന് ഈ ഉപ്പ ഒരിക്കലും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടേയില്ല. അതുകൊണ്ട് മകൻ നാളെ മുതൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിലേക്ക് പോകണ്ട. ഇത് ഉപ്പയുടെ ഒരു അഭ്യർത്ഥനയാണ്. എന്റെ മകൻ ഇതനുസരിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോ മഹാനായ അബൂബക്കർ മുസ്ലിയാരുടെ കണ്ണുകളിൽ കണ്ണുനീരല്ല വന്നത്, സ്വന്തം ഉപ്പയുടെ വാക്കുകൾ വലിയ ഒരു ബലം നൽകുകയാണ്. പണ്ഡിത പാരമ്പര്യമുള്ള കുടുംബത്തിലേക്കൊരു പണ്ഡിതന്റെ വളർച്ച അതവിടെ തുടങ്ങണമെന്ന് തോന്നി അബൂബക്കർ മുസ്ലിയാർക്ക്. ഉപ്പ, അങ്ങനെയെങ്കിൽ എന്നെ പള്ളിദർസിൽ ചേർത്തൂടെ? ആ മകന്റെ ആഗ്രഹവും ആ ഉപ്പയുടെ അഭിലാഷവും സമന്വയിച്ചപ്പോ ജീവിതത്തിന്റെ പുതിയ പാന്താവിലേക്ക് അബൂബക്കർ മുസ്ലിയാർ കാലെടുത്ത് വെക്കുകയായിരുന്നു. ഉസ്താദുമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന അപാരമായ ബുദ്ധിവൈഭവം,
ആ പാകതയും ആ പക്വതയും കണ്ട് പണ്ഡിതവരേണ്യർ പോലും അത്ഭുത പരതന്ത്രരായി. പലപ്പോഴായി ഉസ്താദുമാർ ചൊല്ലിക്കൊടുക്കുന്ന കിതാബിന്റെ വരികൾ അത് അതേ സമയം തന്നെ ഹൃദ്യസ്ഥമാക്കി ഉസ്താദിന്റെ മുമ്പിലേക്ക് ചൊല്ലിക്കൊടുക്കുന്ന അബൂബക്കറിന്റെ കഴിവ് കണ്ടപ്പോ ഉസ്താദുമാർക്ക് വല്ലാത്ത കൗതുകമായി.